നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിട്ട് ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ഈ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനമാണ്. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ഇപ്പോൾ ഇന്ന് ഈ കൊല്ലത്തെ സെഷനിൽ ഏജിങ്ങിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഏജിങ്ങിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് നിലനിൽക്കാൻ സാധിക്കും. യോഗ എന്നുള്ള ആ പദം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യോജിക്കുക എന്നതാണ്. എന്താണ് യോജിപ്പിക്കേണ്ടത്? നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഞാൻ എന്നുള്ള ഈ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഒരു വ്യക്തി മാത്രമല്ല അവിടെ പ്രവർത്തിക്കുന്നത്. പ്രപഞ്ചവും പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ആ സ്രോതസ്സും പൂർണ്ണ സ്നേഹവും എല്ലാം അവിടെ പ്രവർത്തിക്കുന്നു. നമുക്കൊരു പെണ്ണെടുത്ത് എഴുതണമെങ്കിലോ ഒരു വാക്ക് സംസാരിക്കണമെങ്കിലോ ചിന്തിക്കണമെങ്കിലോ എല്ലാം ആ ടോട്ടാലിറ്റിയുടെ സഹായം വേണം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് ചെയ്യുമ്പോൾ അതിനെ യോഗ എന്ന് പറയും. അങ്ങനെ ഒരു അവസ്ഥയിൽ പ്രവർത്തിക്കുമ്പോൾ അത് സ്കിൽഫുൾ ആക്ഷനാവും. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് യോഗ കർമ്മസു കൗശലം. ഏറ്റവും സ്കിൽഫുള്ളായിട്ട് പെർഫോം ചെയ്യുന്നത് ഈ ശരീരവും ഞാൻ എന്നുള്ള ഈ ഒരു വ്യക്തിത്വവും പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു മനസ്സുണ്ട്. മനസ്സ് ആ പൂർണ്ണ ബോധമായിട്ട് കണക്റ്റാണ്. പൂർണ്ണ ബോധം യൂണിവേഴ്സൽ ബോധമായിട്ട് കണക്റ്റാണ്. യൂണിവേഴ്സൽ ബോധം സ്രോതസ്സുമായി കണക്റ്റാണ്. അപ്പോൾ ശരിക്കും എല്ലാം പ്രവർത്തിക്കും. ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ എന്ത് പ്രവൃത്തി നടക്കണമെന്നുണ്ടെങ്കിലും ആ ടോട്ടാലിറ്റി അതിൻ്റെ കൂടെ വേണം. ലിമിറ്റോട് നിൽക്കാൻ പറ്റില്ല. ഈ ഗ്രാവിറ്റി വേണം, വായു വേണം, ലൈറ്റ് വേണം. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ അതിനേക്കാളും ഗഹനമായി ചിന്തിക്കുമ്പോൾ എല്ലാം എപ്പോഴും എല്ലാ നിമിഷത്തിലും പ്രത്യക്ഷമാണ്. അത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുമ്പോൾ യോഗാവസ്ഥയിലാവും. അതാണ് സമാധിയിൽ ഇരിക്കുക എന്നത്. സമാധി ആ ഒറിജിനലായിട്ടുള്ള യൂണിവേഴ്സൽ ഹാർമണിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കും. സമാധിയിൽ എത്തുക എന്നുള്ളതല്ല. അപ്പോൾ യോഗയുടെ കൾമിനേഷൻ സമാധിയാണ് എന്നുള്ളതാണ് നമ്മൾ ധരിച്ചിട്ടുള്ളത്. അത് ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സ് പറയുന്നത് സമാധി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുന്നത്. അപ്പോൾ സമാധി നിന്നുകൊണ്ട് ബാലൻസ്ഡ് അവസ്ഥയിൽ നിന്ന് പ്രവർത്തിക്കണം. അതാണ് ശരിക്കും നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ക്യാരക്ടറിൽ അത് ക്രമേണ മാനിഫെസ്റ്റ് ചെയ്യണം. സമാധി എന്നുള്ളത് തുടക്കമാണ്. ഈ സ്റ്റാർട്ട് വിത്ത് സമാധി എന്നാണ് ചാരുജി മഹാരാജ് പറഞ്ഞത്. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ സമാധി ധ്യാനത്തിൽ തുടങ്ങിയിട്ട് സമാധിയിൽ അവസാനിക്കുന്നു. അഷ്ടാംഗ യോഗ പദ്ധതിയിൽ 7th ലിംബായിട്ട് ധ്യാനത്തിലാണ് സാധമാർഗം തുടങ്ങുന്നത്.
മാസ്റ്റർ നമ്മളിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് തരുന്ന പ്രാണാഹുതി, ആ പൂർണ്ണതയുടെ ഫ്ലോ ആണ് ചെയ്യും പ്രാണാഹുതി. അപ്പോൾ അതിലേക്ക് നമ്മൾ കണക്റ്റഡായിട്ട് ധ്യാനിക്കുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ആ സമാധി അവസ്ഥ അനുഭവിക്കുന്നു. ആ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുക, ക്രമേണ 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 കൊണ്ടുവരിക. ഇതാണ് സെൻട്രിഫ്യൂഗലായിട്ട് അപ്രോച്ച്. ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് ശരിക്കും സഹജമാർഗ്ഗം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു യോഗ സമ്പ്രദായം ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉപദേശങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ട്. മന്മനാഭവ മദ്ഭക്ത മദ്യാജീ മാം നമസ്കുരു എന്നാണ് പറഞ്ഞത്. അതായത് എന്നെ സ്മരിച്ചുകൊണ്ട്, എൻ്റെ മഞ്ഞിൽ മനസ്സർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കും. അങ്ങനെയാകുമ്പോൾ നീ എന്നിൽ തന്നെ ആവുന്നതാണ്. എന്താ അർത്ഥം? എപ്പോഴും ഞാൻ എന്ന് പറയുമ്പോൾ പൂർണ്ണത ഉദ്ദേശിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണം. അവർ മന്മനാണ് അങ്ങനെ പ്രവർത്തിച്ചിട്ട് ആ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പൂർണ്ണതയിൽ തന്നെയാണ്. നമ്മുടെ പ്രവൃത്തികളൊക്കെ പെർഫെക്ഷൻ കിട്ടും. നമുക്കവിടെ സ്ട്രെസ് ഉണ്ടാവില്ല, ഫിയർ ഉണ്ടാവില്ല, ഫിയർ ഓഫ് ലോസ് ഇല്ല, അഹംഭാവം ഉണ്ടാവില്ല. നാച്ചുറലായിട്ട് നമ്മുടെ സ്വഭാവം അങ്ങനെയായിട്ട് മാറും. സ്ഥിതപ്രജ്ഞഭാവം എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞു. സ്ഥിതപ്രജ്ഞഭാവം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും കൊണ്ടുവരണം. അതാണ് ശരിക്കും യോഗ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സെഷൻ തുടങ്ങുമ്പോൾ എല്ലാ സെഷൻ തുടക്കത്തിലൊരു മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ബോഡി റിലാക്സേഷൻ. വളരെ സിമ്പിളായിട്ട് അത് ശരിക്കും ഓരോ ഭാഗങ്ങളും റിലാക്സ് ചെയ്യാം, ഓരോന്നോരോന്ന് സങ്കല്പിച്ചിട്ട്. എന്നിട്ട് ഹൃദയത്തിൽ ശ്രദ്ധ തിരിക്കുക. ഹൃദയത്തിലാണ് നമ്മുടെ ആ സ്രോതസ്സുമായിട്ടുള്ള ലിങ്ക് ഹൃദയത്തിലൂടെ, ഹാർട്ടിലൂടെയാണ്, സെൻറ്ററിലൂടെയാണ്. എല്ലാത്തിനും ഒരു സെൻറ്ററുണ്ട്. നമ്മുടെ വീട്ടിലൊരു സെൻറ്ററുണ്ട്, സ്റ്റേറ്റിനൊരു സെൻറ്ററുണ്ട്, രാജ്യത്തിനൊരു സെൻറ്ററുണ്ട്, ലോകത്തിനൊരു കേന്ദ്രമുണ്ട്, പ്രപഞ്ചത്തിനും ഒരു കേന്ദ്രം എന്ന് പറഞ്ഞാൽ എല്ലാം കണക്റ്റ് ചെയ്യുന്ന, എല്ലാത്തിൻ്റെയും പൂർണ്ണത ഉൾക്കൊള്ളുന്നതാണ് കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് എല്ലാം പ്രവഹിക്കുന്നത്. അപ്പോൾ ആ കേന്ദ്രത്തിലേക്ക് കണക്ട് ചെയ്ത് അവിടെ നിന്നൊരു പ്രകാശം ഉദ്ഭവിക്കുന്നത് സങ്കല്പിച്ചുകൊണ്ട് ധ്യാനിക്കും. ചിന്തകൾ വരുമ്പോൾ അവഗണിക്കുക. ഇതാണ് മെഡിറ്റേഷൻ. എന്നിട്ട് ആ സ്റ്റേറ്റിൽ 1/4 മണിക്കൂർ ഇരിക്കണം. അപ്പോൾ റിലാക്സേഷൻ ചെയ്ത് മെഡിറ്റേഷൻ ചെയ്യുക. ഇനി മെഡിറ്റേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് നമ്മൾ വിസ്മരിക്കരുത്. നമ്മുടെ ഡ്യൂട്ടി അവിടെ തുടങ്ങുന്നേ ഉള്ളൂ. അഷ്ടാംഗ യോഗ പദ്ധതിയിലെ ഓരോ ഡിസിപ്ലിനുണ്ട്. നമ്മൾ ശരീരത്തിൻ്റെ നിലനിൽപ്പ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ശരീരത്തിനെ വളരെയധികം കെയർഫുള്ളായിട്ട് പരിചരിക്കണം. നമ്മുടെ ഫ്രണ്ടാണ്. ജീവിതം തുടങ്ങുന്നതോട്ട് അവസാനിക്കുന്നവരെ ബോഡിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെയും പരിരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന് ഭഗവാൻ ശിവൻ പാർവതിയോട് പറയുന്നു കുമാരസംഭവത്തിൽ. ശരീരമാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്, അതിനുശേഷമാണ് ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇറങ്ങി വന്നിട്ട് പ്രവർത്തിക്കുമ്പോൾ, ആക്റ്റീവായിട്ട് ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ആ ലിങ്കിൽ പ്രവർത്തിക്കണം. അപ്പോൾ അതിലാദ്യം നമ്മൾ തുടങ്ങുന്നത് എക്സ്പ്രഷനിലാണ്. തീർച്ചയായിട്ടും ചിന്ത, അത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി എന്താ ചിന്തകൾ ചെയ്യുന്നത്. സ്നേഹത്തിന് ചിന്ത കണക്ട് ചെയ്യുന്ന പോലെ ആവണം. വാക്കുകൾ എപ്പോഴും സ്നേഹത്തിൻ്റെ വാക്കുകൾ വരണം. ശരീരം നമ്മൾ പൂർണ്ണമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ശരീരത്തിൻ്റെ ഓരോ ഭാഗവും ശ്രദ്ധിക്കണം. നമ്മൾ കുളിക്കുന്നു, പല്ല് തേക്കുന്നു, മുടി ചെയ്യുന്നു, പിന്നെ അതിൻ്റെ മുകളിൽ കോസ്മെറ്റിക്സിലല്ല വേണ്ടത്. ഓരോ ഭാഗത്തിനും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളത് കെയർ ചെയ്യുന്നു എന്നൊരു ശരീരത്തിന് മനസ്സിലാവും. അങ്ങനെയാകുമ്പോൾ ശരീരം നമ്മുടെ ആക്ടിവിറ്റീസ് പങ്കെടുക്കാൻ തുടങ്ങും. ദിവസം മുഴുവൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിലും പ്രവൃത്തിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഒരു ഫങ്ഷണലായിട്ടൊരു ഓർഗനൈസേഷൻ അങ്ങനെയാണ് എന്ന് ഇഷാക്ക് അഡിസിസ് പറയുന്നത്. എവിടെയെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ മറ്റുള്ള ഭാഗങ്ങൾ കൂടി പ്രവർത്തിക്കും. ഒരു ഇന്ദ്രിയം പ്രോബ്ലം ഉണ്ടെങ്കിൽ മറ്റുള്ള ഇന്ദ്രിയങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കും. അപ്പോൾ നമുക്ക് ജോലി കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ഇതാണ് ശരീരം ശ്രദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം. രോഗങ്ങളുണ്ടാവാം, രോഗങ്ങൾ നമ്മുടെ പ്രവൃത്തിയെ ബാധിക്കാതെ ഉള്ളൂ. അപ്പോൾ നമുക്ക് മെഡിറ്റേഷൻ കഴിഞ്ഞ് ഉടനെ ശരീരത്തിനെ ശ്രദ്ധിക്കാനായിട്ട് ഈ എക്സസൈസസ്, യോഗ എക്സസൈസസ് അത് നമുക്ക് ചെയ്യാം. ഞാനങ്ങനെയാണ് ചെയ്യാറ്. മെഡിറ്റേഷന് മുമ്പേ എക്സസൈസ് ചെയ്താൽ തളർന്നു പോകും. പിന്നെ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകും. അപ്പോൾ അതിനേക്കാളും എനിക്ക് ബെറ്ററായിട്ട് തോന്നും മെഡിറ്റേഷൻ ചെയ്തിട്ട് ആ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്, മനസ്സിൻ്റെ ആ സമാധി അവസ്ഥ ശരീരമായിട്ട് ഷെയർ ചെയ്യാം. അങ്ങനെ നമുക്ക് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് നിലനിർത്താൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് ആ ശരീരമായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓരോ പ്രവൃത്തിയിലും ഈ ഒരു സ്നേഹം നിറയ്ക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ ശരീരമായിട്ട് ഊർജ്ജം കാണിക്കും. ശരീരം തിളങ്ങാൻ തുടങ്ങും ഓരോ ആക്ടിവിറ്റി. ക്രമേണ ശരീരം മുഴുവൻ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും ആ ലൗഡ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ എക്സസൈസ് ഇന്നത്തെ യോഗാ ദിനത്തിൽ നമുക്ക് ഒന്നുകൂടി ആവർത്തിക്കാം. ഞാൻ ഒരു വശം കാണിച്ചതാണ്. ഞാൻ ചെയ്യുന്നത് സിമ്പിളായിട്ട് നമ്മൾ ഹാർട്ട് ഫ്ലോസിൽ പറഞ്ഞു തന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള ചെയർ എക്സസൈസസ് കാണിച്ചു തരാം.
അപ്പോൾ ആദ്യം റിസ്റ്റുകൾ, ഫിംഗേഴ്സ് തുടങ്ങാം. ഓരോ എക്സസൈസ് ചെയ്യുമ്പോഴും ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. അപ്പോൾ സ്നേഹം നിറയുന്നതായിട്ട് അനുഭവിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായിട്ട് അനുഭവിക്കുക. കണ്ണ് തുറന്നിട്ട് ചെയ്യാം. കൈകൾ വികസിപ്പിക്കുമ്പോൾ ശ്വാസം ഉള്ളിക്കുക, പുറത്തേക്ക് വിടുമ്പോൾ മടക്കുക. ഇങ്ങനെ ഒരു 5-6 പ്രാവശ്യം ചെയ്യാം. എന്നിട്ട് റെസ്റ്റ് എടുക്കുക. എന്ത് എക്സസൈസ് ആയാലും ഒന്ന് റെസ്റ്റ് കൊടുക്കണം. കൈ റിലാക്സ്ഡ് ആയി അനുഭവിക്കുക. ഇനി റെസ്റ്റിലേക്ക് പോവാം. മടക്കുക, റെസ്റ്റ് മാത്രം പിടിക്കുക. ശ്വാസം ഉള്ളിലേക്ക് വെച്ചിട്ട് താഴത്തേക്ക് ആക്കുമ്പോൾ ശ്വാസം പുറത്തേക്കുക. ഇങ്ങനെ ഒരു 4-5 പ്രാവശ്യം ചെയ്യാം. ഒക്കെ പറ്റുന്നത്ര ചെയ്യാം. ഓവർ സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല. ഇനി അതേ എക്സസൈസ് ഉള്ളിലേക്ക് ചെയ്യാം. ഓരോ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോഴും സ്നേഹം നിറയുന്നതായിട്ട് അനുഭവിക്കുക. ഹൃദയത്തിൽ പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായിട്ടും അനുഭവിക്കുക. ഇനി ഷോൾഡർ എക്സസൈസ്. ശ്വാസം ഉള്ളിലേക്ക് ഉയർത്തുക, പുറത്തേക്ക് വിടുമ്പോൾ താഴ്ത്തുക. ഇനി കൈകൾ താഴെ വയ്ക്കുക. ഇനി ഷോൾഡർ റൊട്ടേഷനും എൽബോ റൊട്ടേഷനും. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം ചെയ്യാം. ഇനി ഇത് തന്നെ ഉള്ളിലേക്ക്. പതുക്കെ ചെയ്താൽ മതി. ഇത് ഡെമോൺസ്ട്രേഷൻ മാത്രമാണ്. ഇനി നെക്ക്. ശ്വാസം വലിച്ചുകൊണ്ട് പുറകിലേക്ക് ബെൻഡ് ചെയ്യാം. ശ്വാസം വിട്ടുകൊണ്ട് നെഞ്ചിലേക്ക് ടച്ച് ചെയ്യുക. ഇങ്ങനെ. ഇനി നെക്ക് റൊട്ടേഷൻ. ശ്വാസം വലിച്ചുകൊണ്ട് വലത്തേ സൈഡ് നോക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സെൻറ്ററിലേക്ക് വരിക. ഇനി ശ്വാസം വലിച്ചുകൊണ്ട് അടുത്തോട്ട് പോവുക. ശ്വാസം വലിച്ച് പിന്നെ സെൻറ്ററിലേക്ക് വിടുക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ഇത് നെക്ക് ടിൽറ്റിങ്. വിശ്രമിക്കാതെ കഴുത്ത് റിലാക്സ്ഡായി എന്ന് അനുഭവിക്കുക. സ്നേഹം അറിയിക്കുക. ഓരോ ഭാഗത്തും നമ്മൾ സ്നേഹം അറിയിക്കുക. ഇനി വെർട്ടിബിൾ കോളത്തിനാണ്, സ്പൈൻ്റെയാണ്. സ്റ്റെയറിൻ്റെ സൈഡിൽ കൈ പിടിക്കുക, ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുക. ഇങ്ങനെ. ഇനി സ്പൈനൽ റൊട്ടേഷൻ. കസേരയുടെ ബാക്കിൽ കൈ പിടിക്കുക, വലത്തോട്ട് വലത്തോട്ട് ഇങ്ങനെ തിരിയുക. എത്രയും ബാക്കിലേക്ക് തിരിയുക അത്രയും നല്ലത്. ഇത് സെൻറ്ററിലേക്ക് വരും. ശ്വാസം വിട്ടോട്. ഇത് തന്നെ ലെഫ്റ്റ് സൈഡിലും ആവർത്തിക്കുക. ഇനി ബെൻഡ്, ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യുക. കൈകൾ ഉയർത്തുക, മുഖം മുന്നിലേക്ക് താഴ്ത്തുക. കാലുകൾ നിലത്ത് തൊടാൻ നോക്കുക. പറ്റുന്നില്ലെങ്കിൽ വേണ്ട. ഇനി കാലുകൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഫീറ്റ് റൊട്ടേറ്റ് ചെയ്യാം. ഉള്ളിലേക്ക് പുറത്തേക്ക് 2 കാലുകൾ ചെയ്യാം. കാലുകൾ മടക്കി നിർത്താം. ഇത്രയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന യോഗ എക്സസൈസ്. ഇത് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട്, ഞാൻ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. എനിക്ക് വളരെ ഫലപ്രദമായിട്ട് തോന്നുന്നു. അപ്പോൾ മെഡിറ്റേഷൻ ആദ്യം കൊടുക്കണം. കാരണം മെഡിറ്റേഷനാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിന് നമ്മൾ ടൈം കണ്ടെത്തിയിട്ട് ഇത്രയും വേഗം മെഡിറ്റേഷൻ ചെയ്യുക. രാവിലെ ഉണർന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് സമയം ചിലവർക്ക് മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. ഉറക്കം പോകുന്ന അതേ നിമിഷത്തിൽ മെഡിറ്റേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം മനസ്സ് ഒട്ടും ഡിസ്റ്റർബ് അല്ല. വേഗം മുഖം കഴുകി മെഡിറ്റേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഷെയർ യോഗാസ് ചെയ്യാം. ഇതിനുശേഷം വളരെ സിമ്പിളായിട്ടുള്ള പ്രാണായാമം ചെയ്യാം. വലത്തേ മുക്കടയ്ക്കുക. അടുത്ത മുക്കൂടെ വിളിക്കുക. ഇത് 2 കല്ലുകൊണ്ട് അടുത്തേ കൊണ്ടിട്ട് പുറത്തേക്ക് ഇടുക. വളരെ ശ്രദ്ധയോടെ ബ്രീതിങ്ങിൽ ശ്രദ്ധിക്കുക. മനസ്സറിയാതെ ശാന്തമാവും. പതുക്കെ പിടിച്ചു നിർത്തണ്ട. അത് ദാജി പറഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റാണ്. ബ്രെത്ത് നിലനിർത്തരുത്. നമ്മൾ
ഉള്ളിലേക്ക് വിടലും പുറത്തേക്ക് വിടലും ശ്രദ്ധിക്കുക. നിലനിർത്തുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ പവർ സ്റ്റോർ ചെയ്യുന്നു. ചിലപ്പോൾ അത് ശരീരത്തിന് ഗുണം ചെയ്യാതിരിക്കാം. പിന്നെ മുമ്പ് അത് അവോയ്ഡ് ചെയ്യണം എന്ന് രാജി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും എല്ലാവർക്കും ചെയ്യാം. ഇനി കൂടുതൽ സ്ട്രെസ്സുള്ള സമയങ്ങളിൽ ലെഫ്റ്റ് നോസ്ട്രിൽ, ഇതിൻ്റെ ലെഫ്റ്റാണ് മിറർ ഇമേജ് ഓപ്പോസിറ്റാണ് കാണിക്കുന്നത്, ലെഫ്റ്റ് നോസ്ട്രിലൂടെ ബ്രീത് ചെയ്യുക. റൈറ്റ് നോസ്ട്രിൽ വലത്തേ മൂക്ക് അടയ്ക്കുക, ഇടത്തേ മൂക്കിലൂടെ ശ്വസിക്കുക. ഇങ്ങനെയാകുമ്പോൾ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആവും. അപ്പോൾ പരീക്ഷയുടെ മുമ്പേ കുട്ടികൾ എക്സാം എഴുതുന്നതിന് മുമ്പ് സ്ട്രെസ്സ് കുറയ്ക്കാൻ, ജോലി സ്ഥലത്ത് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ 2 മിനിറ്റ് ചെയ്യാം. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ മെഡിറ്റേഷനെ പറ്റി പറഞ്ഞു. ഈ ക്ലീനിങ് എന്നുള്ളൊരു കാര്യമുണ്ട്. ക്ലീനിങ്, ശുദ്ധീകരണം, അത് എല്ലാ ദിവസവും വൈകുന്നേരം ചെയ്യേണ്ടതാണ്. അത് സഹജമാർഗത്തിൽ ഇൻട്രൊഡക്ടറി സിറ്റിങ്സ് എടുത്തതിന് ശേഷം ചെയ്താലാണ് ഏറ്റവും ഫലപ്രദമാകുന്നത്. എന്താ ചെയ്യേണ്ടത്? കണ്ണടച്ച് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള എല്ലാ ഇമ്പ്യൂരിറ്റീസും കോംപ്ലക്സിറ്റീസും സ്പൈനൽസ് തലയുടെ മുകൾ തൊട്ട് താഴെ വരെയുള്ള ഭാഗത്തൂടെ പുറത്തേക്ക് പുക പോലെ പ്രവഹിക്കുന്നു എന്ന് സങ്കല്പിച്ചിരിക്കുക. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഹൃദയത്തിൽ ശാന്തത അനുഭവിക്കും. ഹൃദയത്തിലേക്ക് ദിവ്യ സ്രോതസ്സിൻ്റെ പ്രവാഹം നിറയുന്നതായിട്ടും ശരീരത്തിൽ ഓരോ ഭാഗങ്ങളും നിറയുന്നതായിട്ടും അനുഭവിക്കണം. ഇതാണ് ശുദ്ധീകരണം. അപ്പോൾ അത് വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ നമ്മൾ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് ശുദ്ധീകരണം ചെയ്യാം. ഇപ്പോൾ സഹജമാർ ഹാർട്ട്ഫ്ലോസിൽ കോർ പ്രാക്ടീസസ് മെഡിറ്റേഷൻ, ക്ലീനിങ്, പിന്നെ പ്രെയർ, പിന്നെ റെഗുലറായിട്ട് സത്സംഗങ്ങൾ അറ്റൻഡ് ചെയ്യാം. അത് മാത്രം പോരാ, നമ്മൾ ഡയറി ജേർണൽ എഴുതണം. എന്താണ് നമ്മുടെ അനുഭവങ്ങൾ, പോസിറ്റീവാണോ നെഗറ്റീവാണോ, മെഡിറ്റേഷൻ സ്റ്റേറ്റിലും ജീവിതത്തിൽ ഇൻട്രാക്ട് ചെയ്ത സ്റ്റേറ്റിലുള്ള അനുഭവങ്ങൾ നമുക്ക് എഴുതാം. നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ രേഖപ്പെടുത്താം, സ്വപ്നങ്ങളെ പറ്റി എഴുതാം. അപ്പോൾ നമ്മളുടെ ചേഞ്ചസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു ജേർണൽ നമ്മുടെ കൂടെ വേണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ മാറ്റം നിരീക്ഷിക്കുന്ന അങ്ങനെയാണ്. അല്ലെങ്കിൽ പെട്ടെന്നൊരു ദർശനം ഉണ്ടാകുക എന്നുള്ളതിൽ ആധ്യാത്മികമാണ്. നമ്മുടെ ഉള്ളിലുള്ള ഹയസ്റ്റ് സ്റ്റേറ്റിൽ നമ്മൾ എത്രത്തോളം ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നു, ഇതാണ് ശരിക്കും യോഗയുടെ ലക്ഷ്യം. ഇന്നത്തെ ദിവസം വളരെ പവിത്രമായിട്ട് ദിവസമാണ്. എല്ലാവരും നിറഞ്ഞ ഹൃദയത്തോടെ ഹാർട്ട്ഫുൾനെസ്സിൽ വരണം, മെഡിറ്റേഷൻ തുടങ്ങണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത സെഷൻ വരെ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം.